ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം ചീരത്തൈകൾ പെട്ടെന്ന് നമുക്ക് വിത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുളച്ച് അത് പെട്ടെന്ന് തന്നെ നമുക്ക് വിളവ് എടുക്കാവുന്ന പാകത്തിൽ എങ്ങനെ ആക്കിയെടുക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ചീര വിത്തുകൾ പാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് കൂട്ടമായിട്ട് ഇട്ട് വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് പറ്റിപ്പോകുന്നതെന്ന് വെച്ചാൽ കൂട്ടം തിങ്ങി വളരുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ചില തൈകൾ മാത്രമേ നല്ല കരുത്തോടെ കയറി വരത്തുള്ളൂ. അപ്പം എല്ലാം ഏകദേശം ഒട്ടുമിക്ക തൈകളും നല്ല കരുത്തോടെ വളരെ പെട്ടെന്ന് തന്നെ കിളുത്ത് കിട്ടാൻ ഉള്ള വഴികൾ എന്തെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാനിപ്പം വിത്ത് പാകിയിട്ട് ഒരു 10-20 ദിവസം ആവുന്നേ ഉള്ളൂ. ദിവസം ആയില്ല, അതിന് മുമ്പേ ഏകദേശം ഇതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞത് ഇത് സുന്ദരിച്ചീരയാണ്. കണ്ടുണ്ട്, ഇതിൻ്റെ എല്ലാം തണ്ട് കണ്ടോ, എല്ലാം നല്ല പിങ്ക് കളറുള്ള ചീരയാണ്. ഇത് സുന്ദരിച്ചീരയാണ്. അതിൻ്റെ വിത്ത് ഞാൻ അങ്ങനെ ഒരുമിച്ച് പാകിയിട്ടതാണ്. അപ്പം ഇത് നമുക്ക് ഇതുപോലുള്ള HDP ഗ്രോ ബാഗിലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോട്രേ ഉണ്ട്, അതിൽ ചകിരിച്ചോറും കമ്പോസ്റ്റും നമുക്ക് ചാണകപ്പൊടിയോട് മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ സാധാരണ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രം ഇട്ടാണ് ഇപ്പോൾ ഈ തൈ വെച്ചിരിക്കുന്നത്. അപ്പോൾ അടിവളമായിട്ട് അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കിട്ടണമെങ്കിൽ വിത്ത് ഇടണമെങ്കിൽ സാധാരണ അരിപ്പൊടിയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മഞ്ഞപ്പൊടി അതുപോലെ ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് ഈ പറയുന്ന ചീര വിത്തുകളൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഉറുമ്പ് ശല്യം ഉണ്ടാവത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചീര വിത്ത് പെട്ടെന്ന് കിളിർത്ത് കിട്ടുകയും ചെയ്യും. അതിനുശേഷം ചെയ്യേണ്ടത് ഒരു 2-3 ദിവസം കൂടുമ്പോൾ തന്നെ, അതായത് നമ്മൾ കിളിർത്തതിന് ശേഷം ഒരു 2 ഇല പരുവം വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗോമൂത്രം നേർപ്പിച്ചൊഴിക്കുന്നത് ഈ ചീര പെട്ടെന്ന് വളർച്ചയ്ക്ക് സാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇവയ്ക്ക് അങ്ങനെ അസുഖം വരത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇലയെല്ലാം നോക്കിക്കോ, ഇതിനൊന്നും മരുന്നൊന്നും അടിക്കാത്തതായതുകൊണ്ട് നല്ലപോലെ, അത് മാത്രമല്ല ഈ സുന്ദരിച്ചീരയ്ക്ക് അങ്ങനെ വലിയ അസുഖം ഉള്ളതായിട്ട് അങ്ങനെ അറിവില്ല. നല്ല വലിയ വലിപ്പമുള്ള സുന്ദരിച്ചീരയ്ക്ക് പോലും ചില സമയത്തിൽ ഈ ഇല ചുരുട്ടി പുഴുവിൻ്റെ ഒരു ശല്യം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ സാധാരണ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ആ ഒരു ഇല എടുത്ത് കളയാവുന്നതാണ്. അങ്ങനെ തന്നെ അല്ലാതെ വലിയ ചീരയ്ക്കൊന്നും നമുക്ക് വിഷയം വരത്തില്ല. ഇപ്പം ഇതേപോലെ തന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഗോമൂത്രം നല്ലപോലെ നമുക്ക് എഫക്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഗുണം ഇരട്ടിക്കുന്നത്. അതിന് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെ നേർപ്പിച്ച്, അതായത് അങ്ങനെ ഇരട്ടിപ്പിച്ച് അതിനെ വീര്യം കൂട്ടിയ ഒരു ഗോമൂത്രത്തിൻ്റെ ലായനിയാണിത്. അപ്പം നമ്മൾ സാധാരണ 1 ലിറ്ററിൻ്റെ ഈ സ്പ്രേയറാണ് എടുക്കുന്നത്. അതിലേക്ക് ഇത് അതിൻ്റെ അളവ് പാത്രമാണ്. ഇതൊരു ഒരടപ്പെന്ന് പറഞ്ഞാൽ 10 ml ആണ്. 10 ml. ഇപ്പോൾ 10 ml എന്ന് പറയുമ്പോൾ ഇത് ചീര ഇതൊരു ഇത്രയും വളർച്ച ആയതുകൊണ്ടാണ് ഞാൻ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പം 1-2 ഇലപ്പരുവം, അതായത് ചീര ചെറുതായിട്ട് വളർന്ന് വരുന്ന സമയത്താണ് നമ്മൾ ഒരിക്കലും ഒരു 10 ഇരട്ടി വെള്ളം ചേർക്കാൻ പാടില്ല. ഒരു 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആദ്യം ഒഴിക്കുക. അപ്പം ചെറിയ രീതിയിൽ വളർച്ച വന്ന് സംഭവിക്കുമ്പോൾ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇലകൾക്ക് അത് നശിക്കാൻ, ആ ഒരു ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇല വരുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു 2 ഇല പരുവത്തിൽ ഒരു 10 മില്ലി മതി 1 ലിറ്റർ വെള്ളത്തിൽ. പിന്നെ അതൊരു 3 സ്റ്റേജിലേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നവർക്ക് അത് വിഷയമില്ല. പക്ഷേ ഇലകളിൽ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വീര്യം പരമാവധി കുറയ്ക്കണം. അതുപോലെ വെയിലുള്ള സമയത്ത്, അതായത് ഉച്ച സമയങ്ങളിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഒന്നീ രാവിലെ ചെയ്യുക, അല്ലെങ്കിൽ വൈകിട്ട് ശേഷം ചെയ്യുക. ഇതിപ്പോൾ ഇത്ര ഇല ആയതുകൊണ്ട് ഞാനിപ്പം ഏകദേശം 10 ഇരട്ടി തന്നെയാണ് എടുക്കുന്നത്. അതായത് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം ഇത് 2 ഇല പരുവാകുമ്പോൾ നിങ്ങൾ എടുക്കുന്നത് 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിലേക്ക്. അപ്പോൾ ഏകദേശം അത്രയും ഇരട്ടി ചേട്ടൻ നമ്മൾ വെള്ളം എടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഞാനിപ്പം ഈ ഒരു അടപ്പ് എന്ന് പറയുന്നത് 10 മില്ലിയാണ്. 10 മില്ലി ഓരോ ഇതിലേക്കും ഒഴിക്കുകയാണ്. അങ്ങനെ ഏകദേശം 10 തവണയാണ് ഇത് ഒഴിക്കുന്നത്. അത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒഴിക്കില്ല, കാരണം ഇലയിൽ ഡയറക്റ്റ് വീഴുകയാണെങ്കിൽ ഇല കരിഞ്ഞു പോവുകയും ചെയ്യും. ചിലപ്പോൾ അത് മൂടോടെ തന്നെ അത് നശിക്കുകയും ചെയ്യും. 4 ഇപ്പോൾ ഏകദേശം 50 മില്ലി. ഇതിനകത്ത് ശർക്കരയോടെ ചേർത്ത് ലായനിയായതുകൊണ്ട് ഇവ പെട്ടെന്ന് തന്നെ ഇതിന് ഒരു ഊർജം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം ഇതിപ്പം 100 മില്ലി എടുത്തേക്കുന്നത്. 100 മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കിനി 1 ലിറ്ററിലേക്ക് ഇതിനെ മാറ്റുകയാണ്. 1 ലിറ്ററിലേക്ക് ഇതിനെ മാറ്റുകയാണ്. അപ്പോൾ ഇത് പമ്പ് വെക്കാനുള്ള ഒരു പാകം വരെ ഇതിനെ 1 ലിറ്റർ ഞാനൊരു ശകലം കൂടെ എടുത്തതാണ്. പിന്നെ ഇനി ഈ ഒരു സാധനം കൂടെ ഇതിനകത്തേക്ക്, സ്പ്രെയറിൻ്റെ ഈ ഒരു പോർഷൻ കൂടെ അതിനകത്തേക്ക് വെക്കണം. ഇനി ഇട്ടതിന് ശേഷം
നന്നായിട്ട് പ്രഷർ ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഇതിനകത്ത് ഓരോ മോഡുണ്ട്. ഇത് ഏറ്റവും കുറച്ചിടുവാന്നേൽ ഇങ്ങനെ സ്മൂത്തായിട്ടുള്ള ലൈറ്റായിട്ടുള്ളതുണ്ടോ, ഈ ചെറിയ രീതിയിൽ ഇങ്ങനെ അടിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇലകളിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു 1-2 ദിവസം ഇടവിട്ട് തന്നെ, ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല, 2 ദിവസം ഇടവിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ചീര വളരുകയും ചെയ്യും. ഞാനിപ്പോൾ ഇതിനെ ഈ കാണുന്ന തൈകൾ ഇനി മാറ്റി നടും. ഇപ്പം ഞാൻ അന്ന് പോട്രയ്ക്കകത്ത് നടാൻ പറ്റിയില്ല. പോട്രയ്ക്കകത്ത് ഇനി നടുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കാം. പോട്രയ്ക്കകത്ത് നടുവാണെങ്കിൽ നമുക്ക് ആ ചകിരിച്ചോറും ആ ഒരു പീസ് അതിനകത്ത് നിന്ന് ഒരു പോട്രയ്ക്കകത്ത് ഫുള്ളായിട്ടുള്ളൊരു ചീര നമുക്ക് പിഴുത് വെക്കാൻ എളുപ്പമാവും. അപ്പോൾ തറ റെഡിയാക്കുമ്പോൾ നമ്മൾ കുമ്മായം ഇട്ട് ഒരു 14 ദിവസം ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് ഓരോ സെറ്റ് ആ ഒരു കുഴിക്കകത്ത് നിന്ന് ഒരു പോട്രയെന്ന് പറഞ്ഞാൽ ഒരു സെറ്റിന് ഏകദേശം 98 കുഴികൾ കാണും. അപ്പോൾ അതുപോലത്തെ ഏതെങ്കിലും അതിന് ഇച്ചിരി വലിപ്പമുള്ള കുഴിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന കമ്പോസ്റ്റും അതേപോലെ തന്നെ ചകിരിച്ചോറിൻ്റെ മിശ്രിതവും എല്ലാം കൂടി ചേർത്തിട്ട് ആ ഒരു സെറ്റായിട്ട് തന്നെ പെട്ടെന്ന് പിഴുത് വെക്കാം. പക്ഷെ ഇതിനകത്ത് കേസ് എന്ന് വെച്ചാൽ മണ്ണിലായതുകൊണ്ട് നമ്മൾ ഓരോ തൈ പിഴുത് നടുമ്പോഴും വൈകിട്ടിന് ശേഷം, അതായത് ഒരു 6 മണി റേഞ്ചിലേക്ക് മാത്രമേ മാറ്റി നടാവൂ. ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് വളരെ ചൂടാണ്. മണ്ണ് ഒന്നിൽ നനച്ചിടണം. വൈകിട്ട് ഒരു 4:30 ശേഷം മണ്ണ് നനച്ചിടണം. മണ്ണ് നനച്ചിട്ട് ഒരു ചൂട് കളഞ്ഞതിന് ശേഷം മാത്രമേ നടാവൂ. പിറ്റേ ദിവസം രാവിലെ തന്നെ വെള്ളം ഒഴിച്ച് നനച്ചിടണം. അപ്പോൾ ആ വെള്ളം കിട്ടി അതൊന്ന് ഊർജ്ജമായതിനു ശേഷം വെയിൽ വന്നാലേ ഗുണമുള്ളൂ, ഇല്ലെങ്കിൽ ആ ഒരു ചീര നശിച്ചു പോകും. അപ്പം ഇപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യേണ്ടത് പോട്ടറിക്കകത്ത് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഞാൻ ചീരവിത്ത് എല്ലാം കൂടെ പാകാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തതേ ഉള്ളൂ. ഞാൻ സാധാരണ പോട്ടറിക്കകത്ത് വെക്കുമ്പോൾ നമുക്ക് ചീര അകലത്തി വെക്കുകയും ചെയ്യാം. ആ നടുന്ന ചീര മുഴുവൻ നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യും. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ചീര നല്ല വേഗത്തിൽ വളരാനുള്ള ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വിത്ത് നമ്മൾ പാകുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഈ പറയുന്ന വിത്തുകൾ തീരെ ഒരുപാട് ആഴത്തിൽ കൊണ്ടിടല്ലേ. ഇപ്പോൾ പോട്ടറയ്ക്കകത്ത് നമുക്ക് ഒരു അബദ്ധമുണ്ട്. നമ്മൾ സാധാരണ പോട്ടറയ്ക്കകത്ത് വിത്തിടുമ്പോൾ ഏറ്റവും സെൻട്രൽ പോർഷനിലൊന്നും ചീര വിത്തിടില്ല. ഏറ്റവും മുകൾ തട്ടി മാത്രമേ ചീര വിത്തിടാവൂ. അതായത് ആ ഒരു ചൊല്ലെന്ന് വെച്ചാൽ വിത്തിനോളം താഴ്ചയെ പാടുള്ളൂ എന്നാണ്. എങ്കിൽ മാത്രമേ അത് മുളച്ചു മന്താനുള്ള ശേഷി അതിന് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ചീരവിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേ ഈ ചകിരിച്ചോറിന് കമ്പോസ്റ്റിലേക്ക് വരുമ്പോൾ അതിനൊരു ശക്തി കാണും. അപ്പോൾ അത് ഇച്ചിരി താഴ്ഭാഗത്തേക്കായി പോയി നമ്മൾ കുത്തി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ആ വിത്തുകൾ അടിയിലോട്ട് പോകും, കിളിച്ച് കയറി വരത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സ്പ്രെയർ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള മിസ്റ്റായിട്ട് ഒരു ചെറിയ ലൈറ്റായിട്ട് വരത്തുള്ളൂ, ഈ രീതിയിലേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തിലുള്ള സ്പ്രെയർ ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം നമുക്ക് നന്നായിട്ട് ഇതിന് കൊടുക്കാനും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചീര നല്ല വളർച്ച കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല വേഗതയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.